പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാർ കളരിക്കൽ. ഒരു കഥ ആണ് പറയുന്നത്. കഥയുടെ പേര് ഇരുൾ. ഇത് മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഇരുളിൻ്റെ കഥയാണ്. മനസ്സിൽ ഇരുൾ വ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു മനുഷ്യരെ കാണാൻ കഴിയാതെ വരുന്നു. അവരുടെ വേദനകളെ, ദുഃഖങ്ങളെ അറിയാൻ കഴിയാതെ വരുന്നു. സ്വന്തം വേദനകളെ, ദുഃഖങ്ങളെ അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്ത ഒരു ആളുടെ കഥ ഇരുൾ. കഥയിലേക്ക് വരുന്നു. പന്തൽ പണി കഴിഞ്ഞിരിക്കുന്നു. നീലിച്ച ടാർപോളിന് താഴെ വെള്ള വിരിച്ച് വെള്ളയിൽ വേണ്ടിടത്തെല്ലാം പൂക്കളും പലവക ചിത്രങ്ങളും ചെയ്ത് ചിത്തിമിനുക്കിയ തറയിൽ ചുവന്ന പരവതാനി വിരിച്ച് വേണ്ടിടത്തൊക്കെ കസേരകൾ നിരത്തി, വേണ്ടിടത്ത് മാത്രം കസേരകൾക്ക് മുന്നിൽ ടേബിളുകൾ നിരത്തി, കസേരകളെയും ടേബിളുകളെയും ഒരേ നിറത്തിലുള്ള വിരികളാൽ പുതപ്പിച്ച് വ്യത്യസ്ത വീക്ഷണം കിട്ടും വിധത്തിൽ ചില കോണുകളിൽ ആഹാരം നിരത്താനുള്ള ടേബിളുകൾ തയ്യാറാക്കി, എവിടെ നിന്നും കാണും വിധം ഒരു മണ്ഡപവും ഒരുക്കി പന്തലിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു. ഫാനുകൾ എല്ലാം ഒന്നും കറങ്ങി തുടങ്ങിയിട്ടില്ല. അവിടെ കറങ്ങുന്നത് കൊണ്ട് തന്നെ പന്തലിനുള്ളിൽ തണുപ്പ് കിട്ടുന്നുണ്ട്. അന്തരീക്ഷം ഈർപ്പമായതുകൊണ്ടാകാം. പിന്നെ ചൂട് കൂടാനായിട്ട് ആളുകൾ എത്തി തുടങ്ങിയിട്ടുമില്ല. ജോലിക്കാരെ മാത്രമേ കാണാനുള്ളൂ. പന്തലിൻ്റെ പ്രവേശന വഴിയിലെത്തുമ്പോൾ സ്വാഗതമോതുന്നിടത്ത് തന്നെ വ്യക്തതയോടെ കാണാൻ വേണ്ടി റോയൽ ഇവൻമെന്റ് മാനേജ് ഗ്രൂപ്പിൻ്റെ വിലാസം വച്ചിട്ടുണ്ട്, ഫോൺ നമ്പറുകളുമായിട്ട്. പന്തൽ കണ്ട് അത്ഭുതപ്പെടുന്നവർ ആ വിലാസവും ഫോൺ നമ്പറും കുറിച്ചെടുക്കാതിരിക്കില്ല. വെളുത്ത മുണ്ടും ഷർട്ടും ഇസ്തിരിയിട്ട് വടി പോലെ വേണ്ട, എന്നാൽ വൃത്തിയായിരിക്കണം. ഒരു ദിവസത്തെ വളർച്ചയുള്ള കുറ്റിത്താടിയായിരിക്കണം. മുടി ചീകി ഒതുക്കിയിരിക്കണം. വേണ്ടിവന്നാൽ പണിസമയത്ത് മാറി ഉടുക്കാൻ ഒരു കൈലിമുണ്ടും ഷർട്ടും തോർത്തും കരുതിയിരിക്കണം. ഇവന്റ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും എടുത്തു നടത്തുകയാണ്. പന്തൽ പണി മുതൽ സദ്യയും ഫോട്ടോ പിടിയും വധുവിനെ ഒരുക്കലും അവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. എന്നാൽ ഓരോ ജോലികൾ ഓരോ മാറി മാറിയുള്ള നോട്ടക്കാരുണ്ടാവും. അതിൽ ആരുടെ കീഴിൽ കയറി പറ്റണമെന്ന് അവിടെ എത്തി സാഹചര്യവും സൗകര്യവും നോക്കി യുക്തിപൂർവം ചെയ്യണം. അത് തനിക്കാവും. അതിനുള്ള കഴിവും തന്ത്രവും അഭിരുചിയും തനിക്കുണ്ട്. അത് തന്നെ കണ്ടാലറിയാം. കണിഞ്ഞാൻ പിടിക്കുന്ന ഡോക്ടറുടെ വാക്കുകളെ അപ്പാടെ സ്വീകരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ പന്തലിന്റെ കമാനം കടന്ന് കാല് വെച്ചപ്പോൾ ഒരു വിറ ചെറുവിരലിൽ നിന്നും അരിച്ചു കയറി ശിരസത്തിലെത്തി ആകാശത്തേക്ക് പോയി. അപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന തെങ്ങിൻ പൂക്കുലയുടെ സ്ഥിതിയായിരുന്നു ദേഹത്തിന്. പരിചയമുള്ള ഒരു മുഖം പോലും കാണല്ലേ എന്നാണ് ആദ്യമേ പ്രാർത്ഥിച്ചത്. ഇവിടെ അങ്ങനെ പരിചയമുഖങ്ങൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ അപരിചിതത്വം ഏത് വിഭാഗത്തിൻ്റെയും കൂടെ കൂടണമെന്ന കാര്യത്തിൽ ബാധിക്കാം. പന്തൽ പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കൂട്ടുകൂടേണ്ടവർ പാചകക്കാർ, വിളമ്പുകാർ, പാത്രം ടേബിൾ വൃത്തിയാക്കുന്നവർ, പരിചാരകർ, പുകർത്തുപാട്ടുകാർ ഒക്കെയാണ്. പക്ഷേ അവരൊന്നും എത്തി കൊഴുപ്പ് കൂട്ടിയിട്ടില്ല. പന്തൽ വിട്ട് അങ്കണവും ഗൃഹവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പോലെയാണ്. അങ്കണവും ഗൃഹവും അലങ്കരിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക ഭീഷണമാണ്. ആരെയും മോഹിപ്പിക്കുന്ന വിധത്തിൽ വീട്ടിലേക്ക് വിരുന്നുകാരെത്തുന്നുണ്ട്. അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടം പന്തലിന്റെ എതിർദിശയിൽ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മൈതാനമായി കിടക്കുന്നിടത്താണ്. പുല്ലുവെട്ടി നിരപ്പാക്കിയ സ്ഥലം തന്നെയാണ്. സനൽ വന്നോ? എന്തേ വൈകിയത്? പൂക്കളെടുത്ത് അകത്തേക്കൊന്ന് കൊടുത്തേക്ക്. നെൽക്കക്കള്ളിയില്ലാതെ ചതുരംഗപ്പലകയുടെ പുറത്ത് പോകേണ്ടി വരുമോ എന്ന് കരുതിയിരിക്കെ, അല്ലെങ്കിൽ കാലത്താത്ത കയത്തിൽ വെള്ളം കുടിച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കെ അങ്ങനെയൊരു ചോദ്യം കിട്ടിയപ്പോൾ അവന് സമാധാനമായി. പേര് മാറിയാലെന്താ, അവിടെ തുടർന്നു നിൽക്കാനുള്ളൊരു പഴുത് കിട്ടിയിരിക്കുകയല്ലേ. സനൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കൊടുക്കുവാനുള്ള പൂക്കളെ തിരഞ്ഞു. പൂക്കൾ അവനെ കാത്ത് പന്തലിന്റെ കമാനത്തിന് താഴെ ചുവന്നതും മഞ്ഞയും പച്ചയും വർണ്ണക്കടലാസുകളിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കമാന കാലിന് തൊട്ടുകൊണ്ട് പനയോലക്കൂടയിൽ ഇരിപ്പുണ്ടായിരുന്നു. പൂക്കളുടെ എടുത്തപ്പോഴാണ് കക്ഷത്തിലെ പണിവസ്ത്രങ്ങളുടെ കാര്യം ഓർത്തത്. ആദ്യം വസ്ത്രം മാറിയാലോ എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ വീടിന്റെ അകത്തേക്ക് പോകേണ്ട ഉള്ളതുകൊണ്ട് വെളുത്ത ഷർട്ടും മുണ്ടുമാണ് കൂടുതൽ യോഗ്യമെന്ന് രണ്ടാമത് ചിന്തിച്ചു. പൂക്കൂടയെടുത്ത് തോളിൽ വെച്ച് തുണിക്കൂടിനെ കക്ഷത്തെ തന്നെ ഇരിക്കാൻ അനുവദിച്ച് അകത്തേക്ക് നടന്നു. കൊട്ടാര സദൃശ്യമായ വീടിന്റെ പ്രധാന വാതിൽ കടന്നപ്പോൾ അവന് വീണ്ടും വിറയൽ തോന്നി.
പക്ഷേ മനക്കോണിൽ തെളിഞ്ഞു വന്ന ഡോക്ടറുടെ മുഖം വിറയലിനെ ഓടിച്ചകറ്റി. അകത്ത് കടക്കാനുള്ള ത്രാണി നൽകി. സിറ്റൗട്ടിൽ, സിറ്റിംഗ് റൂമിൽ, ഡൈനിങ് ഹാളിലെല്ലാം വിരുന്നുകാർ നിറഞ്ഞിരിക്കുന്നു. അവരുടെയൊക്കെ സംസാരങ്ങൾ വ്യത്യസ്തമായ ഈണത്തിൽ, ശൈലിയിൽ അവിടെയാകെ അലയൊലികൾ ഉയർന്നിരിക്കുന്നു. സനൽ എന്ന വ്യാജനാമക്കാരനായ അവൻ പൂക്കൂട എവിടെ വയ്ക്കും, ആരെ ഏൽപ്പിക്കുമെന്ന് പരതി നിൽക്കുമ്പോൾ, ആ ജെയിംസെ, നീ വന്നോ? പൂവ് ആ വടക്ക് മുറിയിലേക്ക് കൊടുത്തേക്ക്. അവനെ ജെയിംസ് എന്ന് വീണ്ടും മറ്റൊരു വ്യാജനാമത്തിൽ വിളിച്ച ആളിനെ കണ്ടപ്പോൾ വീണ്ടും ഒരു വിറയൽ അവനിൽ പടർന്നു കയറി പുറത്തേക്ക് പോയി. അയാളും അവനെ കണ്ടു. ഓ, ജെയിംസ് അല്ലേ? എന്താ പേര്? സനൽ. മറുപടിക്ക് അവൻ അവന്റെ ആദ്യ വ്യാജ നാമം തന്നെ ഉപയോഗിച്ചു. ആദ്യം വിളിച്ച ആൾക്ക് ഏതോ ഒരു സനലിന്റെ ഛായ തോന്നിയിരിക്കാം. ഇവിടെ പിടിച്ചു നിൽക്കാൻ ആ പേരാണ് കൂടുതൽ യോജ്യമെന്ന് തോന്നി. സനലെ, ജെയിംസ് വന്നില്ലേ? ഇല്ല, വരും. സനൽ ഇവിടെ കാണണം. എല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം. ഓ. ആദ്യം സനലെന്നും പിന്നീട് ജെയിംസ് എന്നും വിളിക്കപ്പെട്ട അവന് ഇതേവരെ നടന്നതെല്ലാം നന്നായി ബോധിച്ചു. ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒരു പണിമുണ്ടിന്റെയും ഒരു പണി ഗ്രൂപ്പിന്റെയും ആവശ്യമില്ലെന്നവന് തോന്നി. ഒരു പടി കൂടി മുകളിലേക്ക് കയറി മേൽനോട്ടക്കാരനാകുകയും ചെയ്തിരിക്കുന്നു. അതിന് വെളുത്ത മുണ്ടും ഷർട്ടും തന്നെ കൂടുതൽ കാമ്യം. അവന് ആ അധികാരത്തെ കൊടുത്തിരിക്കുന്നത് ആ വീടിനെ സംബന്ധിച്ച ഉന്നതാധികാരി തന്നെയാണ്. ഡോക്ടർ കാണിച്ച ഫോട്ടോയിൽ തേങ്ങായുടെ മുക്കണ്ണു പോലെ അടുക്കിയ 3 മുഖങ്ങളിൽ ഒന്ന് ഒരേയൊരു പുരുഷൻ. അതിലെ 2 പെണ്ണുങ്ങളെ ഇനി കണ്ടെത്തണം. ഒന്ന് അയാളുടെ ഭാര്യയും, മുക്കണ്ണിൽ നടുക്ക് കണ്ടത് അവരുടെ മകൾ ധന്യയുമാണ്. തോമസും ഭാര്യ ഷേർലിയും. പൂക്കൂട എത്തിക്കേണ്ടിരുന്ന വടക്കേമുറിയുടെ വാതിക്കലെത്തും മുമ്പ് തന്നെ ഷേർലിയെയും അവന് കാണാൻ കഴിഞ്ഞു. അവൻ അടഞ്ഞു കിടന്നിരുന്ന വടക്കേമുറി വാതിൽ മുട്ടി കാത്തുനിന്നു. മുറി സാവധാനം 5-6 ഇഞ്ച് തുറന്ന് പുറത്തേക്ക് ഒരു സ്ത്രീ തലനീട്ടി അവനെ കണ്ടു. കഴിഞ്ഞില്ല. വേണ്ട, പൂ കൊണ്ടുവന്നാണ്. ഓ. പൂക്കൂട ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി വാതിൽ മലക്കെ തുറന്നപ്പോൾ അകത്ത് കസേരയിൽ മുക്കണ്ണിൽ നടുക്ക് കണ്ട ധന്യ, അവളെയും അവൻ കണ്ടു. ചേട്ടൻ ഇവിടെ കാണില്ലേ? എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കാം. ഓ. അവൻ ഉറപ്പായി അവൻ ഈ വീട്ടിലെ ഈ ആവശ്യത്തിന് വളരെ വേണ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണമെങ്കിലും കയറിയിറങ്ങാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എല്ലാം ശരിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവന് പണിമുണ്ടിന്റെയും പണി ഷർട്ടിന്റെയും ആവശ്യമില്ല. അതിനെ അടുത്ത കണ്ട സെറ്റിയുടെ അടിയിൽ തിരികെ വെച്ചു. അത് കണ്ട ഒരു അതിഥി ചിരിച്ചു. ആതിഥേയന്റെ അടുത്ത സഹകാരി കൊടുക്കേണ്ട പരിഗണനയിൽ അവൻ തിരിച്ചൊന്നു മന്ദഹസിച്ചു, നന്ദി സൂചകമായിട്ട്. അയാൾക്ക് മാത്രമായിട്ടില്ല, അവിടെ കണ്ട എല്ലാവർക്കും വേണ്ടിയായിട്ട്. ശേഷം അവൻ ഉത്തരവാദിത്വമുള്ള മേൽത്തോട്ടക്കാരന്റെ ഗമിയെ സ്വീകരിച്ച് എല്ലായിടത്തും നോട്ടമെത്തിച്ച് തലങ്ങുമിലങ്ങും നടന്നു. ആ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ നടക്കാൻ പോവുകയാണ്. തോമസ് ഷേർലി ദമ്പതികളുടെ ഒരേയൊരു മകൾ ധന്യയുടെ മനസ്സമ്മതം. അതിന്റെ തലേ രാത്രി ആയ ഇന്ന് മധുരം വയ്പും അതിനോടനുബന്ധിച്ച ചടങ്ങുകളും അടുത്ത ബന്ധുക്കൾക്കും സമൂഹ സുഹൃത്തുക്കൾക്കും വിരുന്നിനുള്ള ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. പന്തലിൽ വീട്ടിൽ തിരക്കേറിയിരിക്കുന്നു. അവൻ മേൽനോട്ടത്തിനിടയിൽ ഒന്ന് പുളഞ്ഞു. മടിയിൽ തിരികെ വെച്ചിരുന്ന മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ആക്കിയിരിക്കുക ആയിരുന്നു. അതിലേക്ക് ഒരു വിളി വന്നിരിക്കുകയാണ്. തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഫോൺ എടുത്തു. ശരത്തേട്ട, അവിടെ എത്തിയില്ലേ? ജോലി തുടങ്ങിയോ? എന്താണ് ജോലി? ശരത്തെന്ന് യഥാർത്ഥ പേരുള്ള സനൽ എന്നും ജെയിംസ് എന്നും വ്യാജപ്പേരുകളുണ്ടായിരിക്കുന്ന അവന്റെ ഭാര്യയാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മനസ്സമ്മതത്തിന്റെ മേൽത്തോട്ടപ്പണിയാണ്. ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. മോനെങ്ങനെ? അവന് നല്ല സുഖമില്ല. ഡോക്ടർ വന്നു, നോക്കിയിട്ട് പോയതേയുള്ളൂ. നാളെ തന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞു. ശരത്തിനെ ഏൽപ്പിച്ച ജോലി തീർത്തിട്ട് വന്നാൽ മതിയെന്ന് ആണ് പറഞ്ഞത്. അതെന്നാ ജോലിയാ ചേട്ടാ? ഇത്രയും വലിയ കൂലി കിട്ടാൻ പാകത്തിന്? എന്തായാലും ജോലി വേഗം തീർത്തിങ്ങെത്തണം. എനിക്ക് പേടിയാകുന്നു. മോന്റെ മുഖത്ത് നോക്കാൻ പോലും ഇപ്പോൾ ധൈര്യമില്ല. ഞാൻ പിന്നെ വിളിക്കാം. എന്നെ ആരോ തിരക്കുന്നു. അതായത് ശരത്തെന്ന സനൽ അഥവാ ജെയിംസ് അവിടെ എത്തിയിരിക്കുന്നത് ഏതോ ജോലിയുടെ ഭാഗമായിട്ടെന്ന് വ്യക്തമായി. ആ ജോലി എന്തെന്നറിയാൻ ശരത്തിന്റെ മനസ്സിലേക്ക് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടം ശൂന്യമായൊരു ഗുഹ പോലെയാണ് കാണുന്നത്. അവിടെ ഒന്നുമില്ല. ഇരുള് നിറഞ്ഞ് ഭയാനകമായിട്ട്. ഒന്നുമില്ലാതെ ആയത് അടുത്ത നാളിലാണ്. നേരത്തെ അവിടെ എന്തെല്ലാമോ ഉണ്ടായിരുന്ന കാലത്താണ് ശരത്തെന്ന ഹിന്ദു സെലിൻ എന്ന അയൽവക്കത്തെ ക്രിസ്ത്യാനി പെണ്ണിനെ പ്രണയിച്ച് വിവാഹം ചെയ്തത്. പക്ഷേ ആദ്യരാത്രി കഴിഞ്ഞ് നേരം പുലർന്ന് വീണ്ടും സന്ധ്യയായി.
രാത്രി എത്തിയതിനു മുൻപായി അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. 4 പ്രാവശ്യം ചോദിച്ചു, നമ്മൾ ചെയ്തത് വിഡ്ഢിത്തമായി പോയി അല്ലേ? ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും വർഗീയതയും ശക്തിയായി തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അല്ലേ? പിന്നീട് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും ഒരിക്കലും ഉത്തരം പറഞ്ഞില്ല. പിരിയാനും കഴിഞ്ഞില്ല. വീടും നാടും വിട്ട് കണ്ടാൽ തിരിച്ചറിയാത്തവരുടെ നാട്ടിലെത്തി വാടക വീട്ടിൽ ഓട്ടോ ഓടിച്ച് ജീവിച്ചു. ഒരു മകനുണ്ടായി. 2 വയസ്സായി. ഇപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കും നേരം ഒരിക്കെങ്കിലും ചോദിച്ചു വരുന്നു. അങ്ങനെ അവരുടെ മകന് ഒഴിയാതെ നീരിളക്കവും പനിയും കഫശല്യവും വന്നപ്പോൾ, ജന്മന ശ്വാസകോശത്തിന് ശോഷിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഓപ്പറേഷൻ മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായവും സാന്ത്വനവും ഉണ്ടാകില്ലെന്നോർത്തപ്പോൾ അവരുടെ മനസ്സുകൾ തുളവീണ് ശൂന്യമായി പോയി. അവിടെ ഇരുള് നിറഞ്ഞ് ബുദ്ധിശൂന്യമായി, സ്നേഹശൂന്യമായി പോയി. പിന്നീട് ഒരിക്കലും അവർ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയോ അങ്ങനെ ചോദിക്കുകയോ ചെയ്തില്ല. മകന് സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ബാക്കിയെല്ലാം മറന്നു. ആഹാരം കഴിക്കണമെന്നതും നീഹാരാദികൾ വേണമെന്നുള്ളതും കൂടി പലപ്പോഴും മറന്നു. ആ മറവിയുടെ നേരത്ത് മനസ്സ് ഗുഹയായി. ശൂന്യമായിരുന്ന സമയത്ത് മകന്റെ ഡോക്ടർ അവനോട് ഒരു ജോലി ചെയ്തു തന്നാൽ മകന്റെ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആമോദപ്പെട്ടു. ഡോക്ടർ തേങ്ങയുടെ കണ്ണുപോലെ അടുക്കി വെച്ചിരിക്കുന്ന 3 മുഖങ്ങളുടെ ഫോട്ടോ കാണിച്ച് നടുവിൽ ഇരിക്കുന്ന ധന്യ എന്ന പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുകയാണ്. അത് നടക്കരുത്. ഒരിക്കലും നടക്കാത്ത വിധം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവന്റെ മനസ്സ് ഗുഹയായി ഇരുള് നിറഞ്ഞ ശൂന്യമായിരുന്നതിനാൽ സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് അവൻ ഒരിക്കൽ തിരക്കിയിരുന്നു. പക്ഷെ ഡോക്ടർ അത് വ്യക്തമാക്കിയില്ല. വ്യക്തമാക്കാത്തത് കൊണ്ട് അവൻ വെറുതെ ഊഹിച്ചു. ധനത്തിന് വേണ്ടിയാകാം, അധികാരത്തിന് വേണ്ടിയാകാം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാകാം, വെറുതെ ഒരു വൈരാഗ്യത്തിനു വേണ്ടിയും ആകാം. മകന്റെ സ്വസ്ഥമായ ജീവിതമാണ്, അത് തന്നെയാണ്, അത് മാത്രമാണ് അവന് വലുതായി തോന്നിയത്. ഇപ്പോൾ ചിന്തിക്കേണ്ടതും അത് മാത്രമാണെന്ന് തീരുമാനിച്ചു. ധന്യ എന്ന ആ പെൺകുട്ടി പന്തലിലെ മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. വശ്യമായൊരു സുഗന്ധമായി, മനോജ്ഞമായൊരു കാഴ്ചയായി അവൾ വരുന്നത് ശരത് എന്ന സനൽ അഥവാ ജെയിംസ് കണ്ടു നിൽക്കുകയാണ്. അവന് ജോലി നൽകിയിരിക്കുന്ന ഡോക്ടറുമുണ്ട്. അപരിചിതനെ പോലെയെങ്കിലും ഡോക്ടർ അവനെ വീക്ഷിക്കുന്നുണ്ട്. മനോജ്ഞമായ ആ ദൃശ്യത്തിന്റെ ആസ്വാദനത്തെ ഹനിച്ചുകൊണ്ട് അവന്റെ മടിയിലിരുന്ന് മൊബൈൽ പ്രകമ്പനം കൊണ്ട് അവനെ ഈക്കിളിപ്പെടുത്തി. ശരത്തേട്ട, മോന് തീരെ സുഖമില്ല. ഡ്യൂട്ടി ഡോക്ടർ വന്നിരുന്നു. ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു. ശരത്തേട്ടൻ ജോലി എന്തായി? നീ ഭയക്കരുത്, നാളെ എല്ലാം ശരിയാകും. മധുരം വയ്പ് നടക്കുന്നേയുള്ളൂ. നമ്മുടെ മോന്റെ ഡോക്ടറും എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തെന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. എത്രയും വേഗം ജോലി തീർത്ത് ഞാൻ വരാം. നാളെ മോന്റെ ഓപ്പറേഷൻ നടക്കും. അവന് സുഖമാകും. സമയം നീളവേ സംഗീതവും മധുരിക്കുന്ന വാക്കുകളും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നപ്പോൾ ശരത്തിന് അരോചകമായി തോന്നി തുടങ്ങി. പാതിരയോടടുത്തിട്ടും പിരിഞ്ഞു പോകാത്തവരും ഉറക്കത്തിലേക്ക് മടങ്ങാത്തവരും അവനെ വ്യാകുലനാക്കി. എന്നിട്ടും മടുത്തു കൊടുക്കാതെ അവൻ കാത്തു. വടക്കേ മുറിയുടെ വാതിൽ ധന്യയ്ക്ക് വിശ്രമിക്കാനായി അടഞ്ഞു. ആ വാതിലിലേക്ക് നോട്ടം കിട്ടും വിധം സെറ്റിയിൽ അവനും ഉറങ്ങാനെന്ന വ്യാജേന കണ്ണുകളടച്ച് ചാരിക്കിടന്നു. ആഘോഷം കഴിഞ്ഞുള്ള രാത്രിയിൽ മനുഷ്യന്റെ ശ്രദ്ധയും കരുതലും കുറഞ്ഞിരിക്കുമെന്നും ഏറ്റവും കൂടിയാൽ ധനത്തെ മാത്രം സൂക്ഷിക്കുമെന്നും മനുഷ്യനെ അത്ര ശ്രദ്ധയോടെ കാണുകയില്ലെന്നും വളരെ വിദഗ്ധനെ പോലെ ഡോക്ടർ പറഞ്ഞത് ശരത് ഓർമ്മിച്ചു. അങ്ങനെ അശ്രദ്ധമായി കിട്ടാവുന്ന ഒരു നിമിഷത്തിനു വേണ്ടിയാണിപ്പോൾ അവൻ കാക്കുന്നത്. വടക്കേ മുറിയിൽ ധന്യയോടത്ത് ആരോ കൂടി ഉറങ്ങാനുണ്ട്. പക്ഷേ കതക് അകത്തുനിന്ന് പൂട്ടിയതിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായില്ലെന്ന് അവൻ ശ്രദ്ധിച്ചു. അവര് വരുത്തിയിരിക്കുന്ന അശ്രദ്ധ അവന് ഗുണമായിരിക്കുമെന്നായിട്ടുണ്ടെന്ന് ഓർത്ത് സന്തോഷിച്ചു. പക്ഷെ ഒന്നുകൂടി അന്തരീക്ഷം ശാന്തമാകാനുണ്ട്. ഗാഠമായി നിദ്രയിലേക്ക് വീട് തളർന്ന് അമരണം. യാതൊരുവിധ ആയുധങ്ങളും പുറമേ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും ആയുധം നിനക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. പുൽക്കൊടി പോലും ചിലപ്പോൾ പാറ്റൻ ടാങ്കിന്റെ അത്ര ശക്തമായ ആയുധമായി മാറ്റിയിട്ടുണ്ട്. അതിനുള്ള ചരിത്രങ്ങളുമുണ്ട്. ഡോക്ടറുടെ വാക്കുകൾ അവന്റെ പരതലുകളെ ഭിത്തിയിൽ അലങ്കാര വസ്തുവായി വച്ചിരിക്കുന്ന ഗിത്താറിന്റെ തന്ത്രകളിലെത്തിച്ചു. അഴിച്ചെടുത്ത 2 തന്ത്രകളെ തൂവാല പോലെ കൈപ്പത്തിയിൽ ചുറ്റി
കാത്തിരുന്നു. വെളുപ്പംകാലം അന്തരീക്ഷത്തെ കൂടുതൽ തണുപ്പിച്ചു. വീടിനെ സുഖനിദ്രതയിലേക്ക് വലിച്ചാഴ്ത്തിക്കൊണ്ടുപോയി. കൂർക്കം വലിയുടെ വ്യത്യസ്ത രാഗങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നു. ഉറക്കം കിട്ടാത്ത ഏതോ ഒരു ചീവീട് മാത്രം എവിടെയോ ഇരുന്ന് ഇടതടവില്ലാതെ ചിലയ്ക്കുന്നുണ്ട്. കതക് തുറന്ന് അകത്ത് കയറി അടച്ച് ബെഡ്റൂം ലൈറ്റിന്റെ നേർത്ത ചുവന്ന വെളിച്ചത്തിൽ സഹശൈനിയിൽ നിന്നും ഏറെ അകന്ന് ആറടിക്കട്ടിലിൽ കുറുകെ ധനിയുടെ ഉറക്കം അവനെ ഏറെ സന്തോഷിപ്പിച്ചു. ക്ലാസ്മേറ്റ് എന്ന സിനിമയിൽ സഫിയ സുഖുവിനെ തൂക്കിയതുപോലൊരു സാഹചര്യം ഏത് ദിശയിൽ നിന്ന് കിട്ടുമെന്ന് അവൻ പരതിക്കൊണ്ടിരിക്കെ അവനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ വിജൃംഭിതയായി. കട്ടിലിൽ കീഴിലുള്ള ഇരുളിൽ മറഞ്ഞിരുന്നു കൊണ്ട് മൊബൈലിൽ സെലിൻ പറയുന്നത് കേട്ടു. ശരത്തേട്ട, നമ്മുടെ മോൻ അവൻ അവൻ തുടർന്ന് അടക്കാൻ കഴിയാത്ത കരച്ചിലായി അവളുടെ ശബ്ദം പരിണമിച്ചു. പെട്ടെന്ന് ശരത്തിന്റെ മനസ്സിൽ ഗുഹ വീണ് ഇരുള് നിറഞ്ഞിടത്ത് എന്തോ വന്നു നിറയുന്നത് പോലെ തോന്നി. ഇരുള് നിറഞ്ഞ് ശൂന്യതയിലേക്ക് കറുപ്പിനെ നീക്കി എന്തെല്ലാമോ നിറങ്ങൾ വരുന്നത് പോലെ തോന്നി. കൈപ്പത്തിയിൽ ടവൽ പോലെ ചുരുട്ടിപ്പിടിച്ചിരുന്ന ഗിത്താർ തന്ത്രികൾ കൈവിട്ട് തറയിൽ വീണു. നേരത്തെ പതുക്കെ കട്ടിലിനടിയിൽ പതുങ്ങിയ അവൻ തട്ടിപ്പിടഞ്ഞ് ഉണർന്ന് പുറത്തു വന്ന് മുറിവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. മോർച്ചയുടെ മുന്നിലെ ബെഞ്ചിൽ സെലിൻ തനിച്ചായിരുന്നു. അവനെത്തുമ്പോൾ അവൻ അവളെ എടുത്ത് നിന്തയോട് ചേർത്ത് നിർത്തി. നമുക്ക് പോകാം. എവിടേക്ക്? നമ്മുടെ മോനോ? അവനെ ഇനി നമുക്ക് വേണ്ട. ഡോക്ടർ എടുത്തുകൊള്ളട്ടെ. ഡോക്ടർ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാനായില്ല. അതുകൊണ്ട് നമ്മുടെ മകനെ ഏൽക്കാനുള്ള യോഗ്യത നമുക്കിനിയില്ല. നമുക്ക് പോകാം. അവൻ അവളെ ഗ്രഹിച്ച് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഓടി. ഗുഹ തീർന്ന് ഇരുളു നിറഞ്ഞിരുന്ന അവന്റെ മനസ്സിൽ വിവിധ വർണ്ണങ്ങൾ നിറഞ്ഞ് പ്രഭാതകിരണങ്ങളായിരിക്കുന്നു. ആ പ്രഭാതകിരണങ്ങൾക്ക് നടുവിൽ ധന്യ എന്ന പെൺകുട്ടിയുടെ സുന്ദരമായ മുഖം തെളിഞ്ഞു വരുന്നു. അവർ അലക്ഷ്യമായി പലായനം ചെയ്തു. കണ്ടാൽ തിരിച്ചറിയാത്ത മറ്റൊരു ഇടത്തേക്ക്.